ജീവിതമേ എന്താണ് എപ്പോഴാണ് പലർക്കും സംഭവിക്കുന്നതെന്ന് യാതൊരു പിടിയില്ല. ഓരോ ദിവസവും ഇന്ന് വളരെ സന്തോഷമാണെങ്കിൽ ഒരുപക്ഷെ നാളെ വളരെ മോശപ്പെട്ട ദിവസമായിരിക്കും അല്ലേ. നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ അധിപനായിരിക്കാം ഒരുപക്ഷെ നാളെ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു നിമിഷം ഉണ്ടാകും. അതിൽ നിന്നൊക്കെ കരകയറുക എന്ന് പറയുന്ന നല്ല ആത്മവിശ്വാസമുള്ളവർക്ക് മാത്രമേ ഇത്, പ്രത്യേകിച്ച് നമ്മൾ നല്ല നിലയിൽ നിൽക്കുമ്പോൾ തകർന്ന് തരിപ്പണമായി പോയാൽ പിന്നെ രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നൊക്കെ നമ്മൾ കരകയറും, പക്ഷേ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് പിന്നെ അതിൽ നിന്ന് പിടിച്ചു കയറുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഇനി ഒരു കഥ പറയാം. ഞാൻ പറയാൻ പോകുന്നൊരു വിഷയം ഒരു നടനെ പറ്റിയാണ്. ഞാൻ അതിന് ഒരു കഥ പറയാം. ആ കഥ ഇങ്ങനെയാണ്. ഒരു പ്രസിദ്ധനായൊരു നടൻ, എല്ലാവർക്കും അറിയാവുന്നൊരു നടൻ, പുരുഷ സൗന്ദര്യത്തിൻ്റെ പ്രതീകം എന്നൊക്കെ വാഴ്ത്തിയൊരു നടൻ, തമിഴിലെ പ്രസിദ്ധനായ വ്യക്തി മണിരത്നത്തിൻ്റെ പടത്തിലൂടെയാണ് തുടക്കം. അദ്ദേഹത്തിൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ഒത്തിരി ഇറങ്ങി. അന്ന് അദ്ദേഹം ഇല്ലാതെ ഒരു സിനിമയെപ്പറ്റി ചിന്തിക്കാൻ പറ്റില്ല. ഇന്നത്തെ കോടികളൊന്നും ഇല്ലായിരുന്നു. നൂറുകണക്കിന് ദിവസങ്ങൾ തിയേറ്റർ ഓടിയ ചിത്രങ്ങളായിരുന്നു പലതും. പക്ഷേ വമ്പം പരാജയങ്ങൾ അദ്ദേഹത്തെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. ഏത് വിജയത്തിന് മുമ്പിലും പരാജയങ്ങൾ വരുമല്ലോ. പരാജയപ്പെട്ടപ്പം പലരും അദ്ദേഹത്തിൽ നിന്ന് അകന്നു മാറുന്നു. അങ്ങനെ അദ്ദേഹം തൻ്റെ കുടുംബ ബിസിനസ്സിലേക്ക് തിരിച്ചു പോകും. അങ്ങനെ അതുമൊക്കെ നോക്കി ചുമതലയൊക്കെ ഏറ്റെടുത്ത് അങ്ങനെ പോകുന്ന പോക്കിലാണ് 2005 അദ്ദേഹം സ്വന്തമായിട്ടൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ തീരുമാനിക്കും. അങ്ങനെ അതിൻ്റെ അധിപനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏത് മനുഷ്യനെയും പെട്ടെന്ന് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണല്ലോ. അങ്ങനെ ഒരു ആക്സിഡൻറ്റിന് അദ്ദേഹത്തിന് നട്ടെല്ലിന് സാരമായി പരിക്ക് പറ്റും. ഈ പുരുഷ സൗന്ദര്യം എന്നൊക്കെ പാടുക പിന്നെ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പം വണ്ണമൊക്കെ വെച്ച് വയറൊക്കെ ചാടി മുടിയെല്ലാം പോയ ഒരവസ്ഥ, വളരെയധികം വിഷമം തോന്നുന്ന അവസ്ഥ. പിന്നെ വളരെ നാളത്തെ ചികിത്സ, കയ്യിലെ കാശ് മൊത്തം ചിലവഴിച്ചുള്ള ചികിത്സ, അങ്ങനെ കാലുകൾക്കൊക്കെ ചലനശേഷിയൊക്കെ തിരിച്ചു കിട്ടി. പക്ഷെ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ വളരെ നാളത്തെ അധ്വാനത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു വന്നിരിക്കും. തിരിച്ചു വന്നപ്പം നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തിന് കിട്ടി. അതുപോലെ തന്നെ 2022 3300 കോടി രൂപയുടെ വാർഷിക വരുമാനം തൻ്റെ ബിസിനസ്സിലൂടെ നേടി ജീവിതത്തിന് ഹീറോ ആയ ഒരു വ്യക്തിയെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം, ഏകദേശം ചിലപ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ബോധ്യമായെന്ന് കാണും. അരവിന്ദ് സ്വാമി 21ാമത്തെ വയസ്സിലാണ് സിനിമ തുടങ്ങുന്നത്. മണിരത്നത്തിൻ്റെ ചിത്രങ്ങൾ എന്തിനു പറയുന്നു, ദളപതിയിലൂടെ തുടങ്ങി റോജ, ബോംബെ എന്ന് വേണ്ട അദ്ദേഹത്തിന് നമ്മളെ അവിസ്മരണീയമാക്കി എത്രയോ കഥാപാത്രങ്ങളിലെ. நீ சீக்கிரம் நிறுத்தினா தான் அந்த ஆள் சீக்கிரம் போவான், அந்த ஆள் சீக்கிரம் போனால் தான் நமக்கு சீக்கிரம் கல்யாணம் நடக்கும், நமக்கு சீக்கிரம் கல்யாணம் நடந்தால் தானே நான் உனக்கு கட்டி பிடிச்சி முத்தம் കൊടുக்க முடியும். അന്നത്തെ യുവാക്കളുടെയും അതുപോലെ യുവതികളുടെയും ഹരമായിരുന്നു അരവിന്ദ് സ്വാമി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ അരവിന്ദ് സ്വാമി എന്ന് പറയുന്ന ഒരു മിനിമം നമ്മുടെയൊക്കെ യുവാക്കളായ സമയം എന്ന് പറയാം. അന്ന് അരവിന്ദ് സ്വാമിയോട് പലർക്കും യുവാക്കൾക്കൊക്കെ അസൂയയായിരുന്നു. മിക്കവാറും പെൺകുട്ടികളൊക്കെ അരവിന്ദ് സ്വാമിയെ പോലൊരു ചെറുക്കനെ വേണം എന്നാഗ്രഹിക്കുന്ന ഒരു കാലമാണ്. അത്രയ്ക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ആയിരുന്നു അരവിന്ദ് സ്വാമിയെ കാണാൻ. നമ്മുടെ മലയാളത്തിൽ തന്നെ ദേവരാഗം എന്ന് പറഞ്ഞ ചിത്രത്തിലും അദ്ദേഹം അഭിനയിച്ചു. ശ്രീദേവിയും അരവിന്ദ് സ്വാമി ഇപ്പോഴും ആ ചിത്രം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ സൗന്ദര്യത്തിൻ്റെ രണ്ട് സ്ത്രീയും പുരുഷനും ആ ചിത്രത്തിൽ അഭിനയിച്ചപ്പോഴേ ഒരു വല്ലാത്ത അനുഭൂതിയായിരുന്നു നമുക്ക് തന്നത്. ആ പ്രേമരംഗങ്ങളും ഒക്കെ വളരെയധികം അനുഭൂതി നൽകിയ ചിത്രമായിരുന്നു ദേവരാഗം. മികച്ചൊരു റോളുമായിരുന്നു, ഭരതൻ്റെയാണെന്ന് തോന്നുന്നു. അങ്ങനെ പ്രസിദ്ധരായ സംവിധായകരുടെ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ച് ഈ
മിന്നിത്തിളങ്ങി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡേറ്റിന് വേണ്ടി പലരും ഇങ്ങനെ കാത്തു നിന്നപ്പം ആണ് ഈ പരാജയത്തിന് ശേഷം തുടർച്ചയായിട്ടുള്ള വിജയത്തിന് ശേഷം തുടർച്ചയായിട്ടുള്ള പരാജയം. അങ്ങനെ അദ്ദേഹം അലൈപ്പായുധ എന്ന ചിത്രത്തിന് അതിഥി വേഷം വരെ ചെയ്യേണ്ടി വന്നു. പിന്നെ തനിക്ക് പറ്റിയതല്ല ഈ പണിയെന്ന് മനസ്സിലാക്കി അദ്ദേഹം തൻ്റെ കുടുംബ ബിസിനസ്സിലേക്ക് തിരിച്ചു പോകും. കുടുംബ ബിസിനസ്സിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ 2005 അദ്ദേഹം സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുന്നു. അതിങ്ങനെ ക്ലച്ച് പിടിച്ച് പോകുന്നതിനിടയിലാണ് ഒരു കാർ ആക്സിഡൻറ്റിൽ അദ്ദേഹത്തിൻ്റെ നട്ടലിന് സാരമായി ഗുരുതരമായി പരിക്കുപറ്റി. ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് ഭാഗ്യമെന്ന് പറഞ്ഞാൽ. തിരിച്ച് പോകുന്നു. 2 ദിവസത്തിന് ശേഷം ബോധം വീണപ്പം കാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ടതായിട്ട് അറിയുന്നു. ഞെട്ടലായിരിക്കും അല്ലേ, വല്ലാത്ത അവസ്ഥ. അപ്പം കാലുകളൊക്കെ ഇല്ലാതെ ഉള്ള കാലുകളൊക്കെ ഈ ചലനശേഷിയൊക്കെ ഇല്ലാതാകുമ്പോഴത്തേനുള്ള അവസ്ഥ ഒന്നും പറയണ്ട. അങ്ങനെ അദ്ദേഹം തൻ്റെ സമ്പാദ്യം മൊത്തം ചെലവഴിച്ച് ചികിത്സ നടത്തുന്നു. അങ്ങനെ 2 കൊല്ലം കിടക്കയിൽ തന്നെ ആ കാര്യങ്ങൾ തന്നെ അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, കിടക്കയിൽ നിന്ന് ബാത്റൂമിലേക്ക് നടക്കുന്ന അസഹനീയമായ വേദനയായിരുന്നു. അതിനിടയിൽ 3-4 തവണ ഇരിക്കേണ്ടി വരും. കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേൽക്കുന്നത് പോലെ ഉള്ള പല കാര്യങ്ങളും നമുക്ക് വളരെയധികം നിസ്സാരമായിരിക്കും. കൈകാലുകൾക്ക് പൂർണ്ണ നിയന്ത്രണം നഷ്ടപ്പെടുന്നതോടെയാണ് ഈ കാര്യത്തിലുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറിപ്പോകുന്നല്ലേ. അതെ, നമ്മളിപ്പം കണ്ണുള്ളപ്പം കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് കണ്ണുണ്ട്, കാലുകൾക്ക് സ്വാധീനമുണ്ട്. അപ്പം കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് ആ കാലുകളുടെ പ്രാധാന്യം മനസ്സിലാക്കും. പക്ഷെ കാലുള്ളവന് അതിൻ്റെ പ്രാധാന്യം അറിയില്ല. അത് നഷ്ടപ്പെട്ടു പോകുമ്പോഴേ മാത്രമേ നമ്മൾ ആ പ്രാധാന്യം മനസ്സിലാകത്തുള്ളൂ. അതുപോലെയാണ് ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും. പക്ഷെ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ഭൂരിപക്ഷം ആൾക്കാർക്കും ഇതിനെല്ലാം ചലനശേഷിയുണ്ട്, എല്ലാം ആരോഗ്യമാണ്. പക്ഷെ അതിൻ്റെയൊന്നും പ്രാധാന്യം പക്ഷെ അത് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ആ പ്രാധാന്യം. അതുതന്നെയാണ് പുള്ളി ഇവിടെ പറയുന്നത്. ബാത്റൂമിലേക്ക് നടന്നു പോകാൻ തന്നെ അസഹ്യമായ വേദനയാണെന്നും ബാത്റൂമിലേക്ക് നടക്കും മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ പോകുക എന്നുള്ളതാണ്. അതിന് ഒരു റൂമിൽ നിന്ന് ബാത്റൂമിലേക്ക് പോകാൻ 3-4 തവണയൊക്കെ ഇരിക്കേണ്ടി വരിക എന്ന് പറയുന്ന ആ വേദന നമുക്ക് ഉൾക്കൊള്ളാനേ പറ്റത്തില്ലല്ലേ. അങ്ങനെ ജീവിതം ഒത്തിരി അനുഭവിച്ചതിന് ശേഷം അന്നാണ് പുള്ളി പറയുന്നത്, ഇപ്പം നമ്മൾ കിടക്കയെന്നൊക്കെ ചാടി എഴുന്നേൽക്കും, കുത്തി മറിയും. അതൊക്കെ വളരെ നിസ്സാരമായിട്ടാണ് നമ്മൾ കാണുന്നതല്ലേ. പക്ഷേ പുള്ളി പറയുന്നത് അന്നേരമാണ് പുള്ളിക്ക് അതിൻ്റെ വില മനസ്സിലാകുന്നത്, ചാടി എഴുന്നേൽക്കുന്നതിൻ്റെ വില ഒക്കെ. എല്ലാത്തിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ വില മനസ്സിലാകത്തുള്ളൂ. അതിനുശേഷം അരവിന്ദ് സ്വാമി സിനിമയിലേക്ക് തിരിച്ചു വരുന്നു. മണിരത്നം തന്നെയാണ് വീണ്ടും അദ്ദേഹത്തെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. 5 കൊല്ലം അദ്ദേഹം എല്ലാത്തിൽ നിന്നും മാറി നിന്നു. 5 കൊല്ലത്തിന് ശേഷം അദ്ദേഹം സിനിമയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ആകെപ്പാടെ മാറി. മുടികളാകെ കൊഴിഞ്ഞു, വണ്ണമായി. അങ്ങനെ മണിരത്നത്തിൻ്റെ കടൽ എന്ന് പറയുന്ന ചിത്രത്തിലാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. అంటే ఇప్పుడు ఏ మతంలో ఉన్నట్టు? తిండి మతంలో అంతే కదట్రా. ఫాదర్, నేను చర్చిలో నా పేరెక్కించుకోవాలా ఫాదర్? 15 കിലോയോളം കുറയ്ക്കേണ്ടി വന്നു. അങ്ങനെ കുറച്ച് അഭിനയിച്ചു. തനി ഒരുവൻ എന്ന് പറഞ്ഞ ചിത്രത്തിലെ വില്ലൻ കഥാപാത്രം മുക്തഖണ്ഡമായി പ്രശംസകളൊക്കെ ഏറ്റുവാങ്ങിയ ചിത്രമായിരുന്നു തനി ഒരുവനിലെ വില്ലൻ. ഹലോ, സിദ്ധാർത്ഥ് അഭിമന്യു. നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ലല്ലേ. അങ്ങനെ അദ്ദേഹം അഭിനയത്തിൻ്റെ മേഖലയിലേക്ക് തിരിച്ചു വന്നു. പിന്നെ ഒത്തിരി ചിത്രങ്ങൾ ഇങ്ങനെ അരവിന്ദ് സ്വാമി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ തൻ്റെ ബിസിനസ് സാമ്രാജ്യം അദ്ദേഹം വിപുലപ്പെടുത്തുന്നു. 2022 $3,300 കോടി വാർഷിക വരുമാനം അദ്ദേഹം നേടിയിരിക്കുന്നു എന്ന് പറയുമ്പോഴേ ചില്ലറ കാര്യമൊന്നുമല്ലല്ലേ. അപ്പോൾ സിനിമയിൽ മാത്രമല്ല ഹീറോ, മിക്കവാറും സിനിമയിലുള്ള ഹീറോകളൊക്കെ ജീവിതത്തിൽ ഹീറോ ആക്കിയില്ലേ. പക്ഷേ ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ഒത്തിരി മാറ്റമായി, അതെല്ലാം കണ്ടുപഠിച്ചു.
പലരും സിനിമയിലെ ഹീറോകൾ തന്നെ ബിസിനസ്സിൽ ഹീറോ ആയി മാറിക്കൊണ്ടിരിക്കുക. അപ്പം പലർക്കും ബിസിനസ് സാമ്രാജ്യങ്ങളുണ്ടല്ലേ. അങ്ങനെ ജീവിതത്തിലെ ഹീറോ തന്നെയാണ് ഇപ്പം അരവിന്ദ് സ്വാമി. അദ്ദേഹം സിനിമയും ഉണ്ട്, തൻ്റെ ബിസിനസ് സാമ്രാജ്യം മുന്നോട്ട് പോവുകയുണ്ട്. ഞാൻ ഇതിൽ നിന്ന് ഉൾക്കൊള്ളുന്നൊരു പാഠമുണ്ട്. നമുക്ക് എല്ലാം ഉണ്ട്. ഞാനിപ്പോൾ ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു ചിത്രമാണ്. മമ്മൂട്ടി ഇല്ലായ്മയിൽ നിന്ന് എല്ലാം കെട്ടിപ്പടുക്കുന്നുണ്ട്. അവസാനം എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ മമ്മൂട്ടി പറയുന്നുണ്ട് വീണ്ടും ഞാൻ നേടുമെന്ന്. അപ്പോൾ വേറൊരു കഥാപാത്രം പറയുന്നത് അത് വളരെ നിസ്സാരമല്ല. കാരണം ഇല്ലായ്മയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷകളിലൂടെ നമ്മൾ കെട്ടിപ്പടുക്കുന്ന സംഘാസനങ്ങൾ നമ്മൾ അധ്വാനിച്ചത് മുകളിലെത്തും. അതിൽ നിന്ന് താഴെ വീണ് കഴിഞ്ഞാൽ നമ്മൾ പൊങ്ങിക്കയറുക എന്ന് പറഞ്ഞാൽ വളരെ പാടുള്ള കാര്യമാണ്. അതിന് ആദ്യത്തെ അധ്വാനത്തിൻ്റെ ഇരട്ടി അധ്വാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ മനോധൈര്യം അതുണ്ടെങ്കിൽ മാത്രമേ പഴയ നിലയിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. ഒരു ജീവിതത്തിൻ്റെ കൂടി വന്ന 70 കൊല്ലത്തെ പിന്നെ വിദ്യാഭ്യാസവും എല്ലാമായിട്ട് 10-20-25 കൊല്ലം അത് പോവും. പിന്നെ പ്രായത്തിൻ്റെ ആധിക്യം, അതിനിടയിൽ 2 പ്രാവശ്യമൊക്കെ ജീവിതം കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. ആ പടത്തിനകത്ത് അത് പറയുന്നുണ്ട്. ആ പടത്തിൽ അവസാനം മമ്മൂട്ടി എല്ലാം നഷ്ടപ്പെട്ട് പിന്നെ ഒന്നും ചെയ്യാൻ വയ്യാതെ എല്ലാം നശിച്ചു പോകുന്നൊരു കഥാപാത്രമായിട്ട് അവതരിപ്പിക്കും. ഞാൻ എപ്പോഴും ആ പടത്തെപ്പറ്റി ഓർക്കും. ഈ അരവിന്ദ് സ്വാമിയുടെ ഈ കഥ കേട്ടപ്പോഴും എനിക്ക് തോന്നിയത് ആ ഒരു ചിത്രമാണ്. ചിത്രത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ, ബായ്.